സമാനമായ മറ്റൊരു കഥയാണ് ഫ്രാൻസിലെ വിക്ടറിൻ്റേത്. 12 വയസ്സ് വരെ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ വിക്ടർ ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി. എത്ര പരിശ്രമിച്ചിട്ടും അവനെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഒരു നിശ്ചിത പ്രായത്തിനുള്ളിൽ സ്നേഹമോ ഭാഷയോ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം എന്നേക്കുമായി ആ കഴിവുകൾ അടച്ചുകളയുമെന്ന ക്രിട്ടിക്കൽ പീരീഡ് എന്ന യാഥാർത്ഥ്യം വിക്ടറുടെ ജീവിതത്തിലൂടെയാണ് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. എന്നാൽ വന്യത കാട്ടിൽ മാത്രമല്ല, നഗരത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. മദ്യപാനികളായ മാതാപിതാക്കളുടെ അവഗണന മൂലം 3 വയസ്സുള്ളപ്പോൾ നായ്ക്കളുടെ കൂട്ടിൽ അഭയം തേടിയ യുക്രൈനിലെ ഒക്സാന മലായെ ഓർക്കുക. 6 വർഷത്തോളം നായ്ക്കൾക്കൊപ്പം ജീവിച്ച അവൾ കണ്ടെത്തുമ്പോൾ നായ്ക്കളെപ്പോലെ കുരയ്ക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ കൊളംബിയയിലെ കാട്ടിൽ കുരങ്ങുകൾ ദത്തെടുത്ത് മറീന ചാപ്മാനും വർഷങ്ങളോളം മരങ്ങളിൽ ഉറങ്ങിയും പഴങ്ങൾ കഴിച്ചുമാണ് വളർന്നത്. ഇവർ രണ്ടുപേരും പിന്നീട് കഠിനമായ പരിശ്രമത്തിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നത് മനുഷ്യന്റെ അതിജീവന ശേഷിയുടെ അത്ഭുതകരമായ തെളിവുകളാണ്. ഈ കഥകളെല്ലാം നമ്മളോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നത് നമ്മുടെ ശരീരമാണോ അതോ നമ്മൾ ജീവിക്കുന്ന സമൂഹമാണോ? സ്നേഹവും കരുതലും ഭാഷയും ഇല്ലാത്ത ഒരിടത്ത് നാം വെറും വന്യമൃഗങ്ങൾ മാത്രമാണ്. ഓരോ ഫെറൽ ചൈൽഡും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യബന്ധങ്ങളുടെ വിലയാണ്.